ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. മയോണൈസ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന അമിതമായ ഓയിലും മുട്ടയും ആലോചിച്ച് പലരും അത് ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒറ്റത്തുള്ളി എണ്ണയോ മുട്ടയോ ഇല്ലാതെ മിക്സിയിൽ വെറും 2 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു മയോണൈസാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കും ധൈര്യമായി ഇത് കൊടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ തൊലിയോട് കൂടിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് സെൻറ്ററിലൊന്ന് കട്ടാക്കി എടുക്കാം. ഇനി ഒരു കുക്കറിലോട്ട് ചേർത്തി കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 2 or 3 വിസിലടിച്ചാൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വേവൊക്കെ. അപ്പോൾ ഒരു 2 വിസിലടിച്ചപ്പോൾ തന്നെ ഇവിടെ നന്നായി നമ്മുടെ കിഴങ്ങൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമുക്ക് അതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് നമുക്കതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ശേഷം നമുക്കിതാ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിന്ന് 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് തിക്നെസ്സിലാണ് നമ്മുടെ മയോണൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസോളം പാലും അതുപോലെ 2 നമുക്ക് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുത്തിട്ട് 1 ടീസ്പൂണോളം വിനാഗിരിയും ചേർത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഓയിലിൻ്റെ പകരം നമ്മൾ ഇതിൽ ബട്ടറാണ് ചേർത്തി കൊടുക്കുന്നത്. ഒന്ന് മെൽറ്റായ ബട്ടർ വേണം കേട്ടോ നമുക്കിതിലോട്ട് ചേർത്തി കൊടുക്കാൻ. ഇനി അതുപോലെ മിക്സി നമുക്ക് തുടർച്ചയായി ഓടിക്കരുത്. പകരം 2 or 3 സെക്കൻഡ് വീതം പൾസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. കൂടുതൽ അടിച്ചെടുത്താൽ നമ്മുടെ മയോണൈസ് നന്നായിട്ട് ലൂസ് രൂപത്തായിട്ട് ചൂടായി പോകും. അപ്പോൾ തന്നെ നമുക്കൊരു ഈ ഒരു തിക്നെസ്സിലാണ് വേണമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഒന്നും കൂടി നമുക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ മന്തിയുടെ കൂടെ ഈ മയോണൈസ് കൂടി ചേരുമ്പോൾ ശരിക്കും ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫീൽ കിട്ടും. സാധാരണ മയോണൈസ് കഴിക്കുമ്പോൾ അതിലെ ഓയിലിനെ ഓർത്ത് നമുക്ക് പേടിയുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. എണ്ണയും മുട്ടയും ഇല്ലാതെ തന്നെ ഇത്രയും ക്രീമിയായ മയോണൈസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഹെൽത്തിയും വെറൈറ്റിയുമായ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.